ഏട്ടാ ഏട്ടാ ഇതാ ചായ കുടിക്ക്. ഏയ് അവിടെ വെച്ചിട്ട് കൂടി. ഉം. ഐശ്വര്യ, ഐശ്വര്യ, ആ ദാ വരുന്നു. ആ, എന്താ ഏട്ടാ വിളിച്ചോ? കുളിക്കാനായിട്ട് ടവൽ വെക്കണമെന്ന് അറിയില്ല നിനക്ക്? ഒരു മിനിറ്റ് നിക്കേ. ദേ ഏട്ടാ. എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധ വേണം. ഓ ഉം. ഐശ്വര്യ, എടി ഐശ്വര്യ. എന്താ ഏട്ടാ വിളിച്ചോ? എടി ഞാൻ ഈ ബാഗിൽ ഫയൽ വെച്ചിരുന്നത് കണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞാനൊന്നും കണ്ടില്ല. എന്തോന്ന് കണ്ടില്ലെന്നോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫയലാണ്. അത് ഞാൻ എന്റെ ബാഗിൽ വെച്ചിരുന്നത്. അതിപ്പോ കാണുന്നില്ല. എനിക്കറിയില്ല ഏട്ടാ, നിങ്ങളൊന്ന് നന്നായിട്ട് തേടി നോക്ക്. എന്നോട് തർക്കത്തിനും പറയാണോ? ആ ഫയൽ എങ്ങനെ കിട്ടിയില്ലെങ്കിലോ ഇവിടുത്തെ കഥ അങ്ങ് മാറും. അതെവിടെ പോയി? ഫയൽ ഇവിടെ തന്നെ ഉണ്ട്, നീ വയ്ക്കോ. ആ ശരി ഏട്ടാ. ഏട്ടാ ടിഫിൻ റെഡിയാണ്. എനിക്ക് പോകാൻ സമയമായി. ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളാം. ശരി, ഞാൻ ഇറങ്ങാം. എൻ്റെ അമ്മ. ഹലോ. ആ ഹലോ, പറയേട്ടാ. നീ എവിടെയാ? വീട്ടിലാണോ? അതെ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ശരി ശരി, കുറച്ച് കഴിയുമ്പോ ഞാനും എന്റെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ടും വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ ശരി ഏട്ടാ, വന്നു. ആ ശരി ശരി, ഫോൺ വെച്ചോ. വാടാ. ഐശ്വര്യ, ഐശ്വര്യ, വരൂ. കരുവാടാ. നീ ഇരിക്കേ. എടി പോയി ചായ എടുത്തിട്ടോ. ശരി ഏട്ടാ, 2 മിനിറ്റ്.
അതൊക്കെ ഇരിക്കട്ടെ, വീട് കൊള്ളാലോ. നീ ഇത് എപ്പോഴാ വാങ്ങിയത്? അത് വാങ്ങിയിട്ട് 3-4 വർഷമായി. ഉം. അപ്പൊ തന്നെ ഏകദേശം 50 ലക്ഷത്തോളം ആയി. ഉം. എടുത്തോളൂ. കുടിക്കേ. ഉം. ഡീ, ഉം. കഴിക്കാൻ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. എന്ത്, ഇത്ര നേട്ടൊന്നും ഉണ്ടാക്കിയില്ലേ? ഞാനും എന്റെ ഓഫീസ് കൊളീഗ് വരുമെന്ന് നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ? എന്നിട്ട് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കണമെന്ന് കരുതിയതാ. ഉം? നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞുമില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും ഉം. ഉണ്ടാക്കിയില്ല. അയ്യോ അയ്യോ, ശരി, പെട്ടെന്ന് പോയി എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കേ. എന്താണ് ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ? ആദ്യം കഴിക്കാനായിട്ട് അത് സ്നാക്സ് ഉണ്ടെങ്കിൽ എടുത്തുണ്ടോ? ശരി ഏട്ടാ. ഇതാ കഴിക്കേ. നിങ്ങൾ ഇരിക്കുന്നേ. ആ, അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ വയ്ക്കോ. നീ എന്താ എങ്ങനെയൊക്കെ പെരുമാറുന്നേ? നീ നിന്റെ ഭാര്യയെ ഭാര്യയായിട്ട് കാണുന്നോ അല്ലെങ്കിൽ ജോലിക്കാരായിട്ട് കാണുന്നോ? നീ അഴിച്ചിട്ട് ചെരുപ്പ് പോലും നിന്റെ ഭാര്യയാണ് എടുത്തു വെക്കുന്നത്. വീട്ടിലെ എല്ലാ ജോലിയും നിന്റെ ഭാര്യനെ ചെയ്യണമെങ്കിൽ എങ്ങനെയാടാ? നിന്റെ ഭാര്യയെ നീയെ ഒരു ജോലിക്കാരിയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതൊന്നുമല്ല, ഇതൊക്കെ ഭാര്യമാർ ചെയ്യേണ്ട ജോലികളാ. അങ്ങനെയൊന്നുമില്ല. നിന്റെ ഭാര്യയ്ക്കും സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞു ഒന്നും ഉണ്ടാവില്ലേ? ഞാൻ പറയുന്നത് കേൾക്ക്. നീ നിന്റെ ഭാര്യയെ ചില കാര്യങ്ങളൊക്കെ സഹായിക്കണം. നീ അവരെ ജോലിക്കാരിയേക്കാളും പുച്ഛമായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നുന്നേ. ഭാര്യ ജോലി ചെയ്യുന്നോണ്ട് എന്താ തെറ്റ്? ഈ ഭാര്യ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ജീവനാണ്. നമ്മൾ എപ്പോഴും അവരെ കളിയാക്കുന്ന പോലെ സംസാരിക്കരുത്. ഭാര്യയെ എപ്പോഴും ബഹുമാനത്തോടെയും ഗൗരവത്തോടും കൂടി വേണം നടത്താൻ. വീട്ടിലെ സ്ത്രീകൾ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ ആ കുടുംബത്തിന് എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാവും. ശരി, ഞാൻ പോവാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. ഇല്ലില്ല, സാരില്ല, ഞാൻ പോവാണ്. ഞാൻ നിന്റെ വീട്ടിൽ കയറി നിന്റെ മുഖത്തിന് നേരെ ഞാൻ ഇതുപോലെയൊക്കെ സംസാരിച്ച് നീ തെറ്റിദ്ധരിക്കരുത്. എനിക്കെന്തോ പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞു. നീ ഒന്നും വിചാരിക്കരുത്. ശരിയടാ, നീ പറഞ്ഞൊക്കെ സത്യം തന്നെയാ. ഇപ്പോഴാണ് എന്റെ ഭാര്യയുടെ വില എന്താണെന്ന് മനസ്സിലായി. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. ഇനി ഇതുപോലെ തെറ്റ് നടക്കാതിരിക്കാൻ നോക്കാം. വളരെ താങ്ക്സ്ടാ. ഞാനും എന്നെ കുറേശ്ശെ മാറ്റാൻ നോക്കാം. ശരി, ഞാൻ എന്നാ പോവാ. ആ, ശരിയടാ. ശരി, നാളെ ഓഫീസിൽ മീറ്റ് ചെയ്യാം. ആ, ഓക്കെ, ബൈ.